വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിലാണ് രാജ്യം. ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പൗരസമൂഹം തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ സമീപിച്ചില്ലെങ്കിൽ രാജ്യം അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുമെന്നതിൻ്റെ തെളിവുകളാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തിന് നാം വോട്ട് ചെയ്യണമെന്നതിനെ സംബന്ധിച്ചും ആർക്ക് വോട്ട് ചെയ്യണമെന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി ധാരണയുണ്ടാകണമെന്നാണ് പ്രബുദ്ധരായ ഈ പ്രദേശവാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു തെരഞ്ഞെടുപ്പും അതിൻ്റെ പ്രചരണങ്ങളും വരുമ്പോൾ സ്വാഭാവികമായും വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ പലർക്കും ഒരു മുൻവിധിയാണുള്ളത്. ഞങ്ങളെല്ലാവരും പാരമ്പര്യമായി വോട്ട് ചെയ്തു പോരുന്ന ചില ചിഹ്നങ്ങളും ചില പാർട്ടികളുമുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പാരമ്പര്യമായി കോൺഗ്രസ്സുകാരാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്നെല്ലാമുള്ളൊരു ധാരണ വെച്ചു പുലർത്തുന്നവരാണ് നമ്മിൽ പലരും. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി ശീലിച്ചു പോരുന്ന ഒരു ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരല്ല ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പൊതുസമൂഹം എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഞാനൊരു ദീർഘമായ പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ വിഴുങ്ങാൻ പോകുന്ന സംഘപരിവാർ ഫാഷിസത്തിന്റെ അപകടത്തെക്കുറിച്ച് പൊതുജനങ്ങളോട് പറയുമ്പോൾ, ഈ രാജ്യത്തെ നിർഭയത്വത്തിന്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയും ഭാവി സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുമ്പോൾ, ഈ രാജ്യത്തിന്റെ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് വോട്ട് ചെയ്യുന്ന നാമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജനാധിപത്യത്തിന്റെ രൂപം കൊണ്ടതിന് ശേഷം ഈ രാജ്യത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭ്യമായ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം സർവസ്വീകാര്യമായൊരു ഭരണഘടനയ്ക്ക് വിധേയമായി രാജ്യത്തിന്റെ പൗരസമൂഹം ജീവിക്കാൻ അവസരം ലഭ്യമായതിന്റെ ശേഷം 7 പതിറ്റാണ്ട് കാലം വോട്ട് ചെയ്ത ആളുകളാണ് നാം ഓരോരുത്തരും. നമ്മുടെ പിതാക്കന്മാർ മുതൽ വോട്ട് ചെയ്ത് ഈ തലമുറ വരെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം എല്ലാവരും വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഭരണ സംവിധാനം രാജ്യത്തിന്റെ പൊതുസമൂഹത്തോട്, ഈ രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷത്തോട്, രാജ്യത്തിന്റെ സാധാരണക്കാരോട്, ഈ രാജ്യത്തിന്റെ ദളിതുകളും മതന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള പാർശ്വവൽകൃത ജനവിഭാഗങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്ന് ആലോചിക്കാൻ ഇനിയെങ്കിലും സമയം കണ്ടെത്തണം. ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് എന്ന് പറയുന്നത് ഒരു പൗരന് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ്. ഈ രാജ്യമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ അവകാശമുള്ള ഒരു സമൂഹമാണ് ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പൗരസമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ പൗരാവകാശത്തിന്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത്, ഞാനൊരു പൗരനാണ് എന്ന് പറയുമ്പോൾ രാജഭരണത്തിന്റെ പ്രജകൾക്ക് പറയാനില്ലാത്ത ഒന്ന് നമുക്ക് അവകാശപ്പെടാനുണ്ട്. ഏകാധിപതികൾ ഭരിക്കുന്ന രാഷ്ട്രത്തിന്റെ അടിമകൾക്ക് അവകാശപ്പെടാനില്ലാത്ത ഒന്ന് നമുക്ക് അവകാശപ്പെടാനുണ്ട്. ഞാൻ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പൗരനാണെന്നതുകൊണ്ട് ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവസരമുണ്ട്. 5 വർഷത്തിലൊരിക്കൽ രാജ്യത്തിന്റെ പരമാധികാര നയരൂപീകരണ സംവിധാനമായ പാർലമെന്റിന്റെ കട്ടളത്തിലേക്ക് നയരൂപീകരണത്തിന് വേണ്ടി തന്റെ നാട്ടിൽ നിന്നും ആര് പോകണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ വിരൽ തുമ്പ് കൊണ്ട് ഞാൻ അമർത്തുന്ന ബട്ടൺ നിശ്ചയിക്കുന്ന വോട്ടാണ് എന്ന ഗൗരവബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അതാണ് ഒരു പൗരന്റെ ഏറ്റവും വലിയ ധർമ്മം, പൗരാവകാശ വിനിയോഗം. വോട്ട് വിനിയോഗിക്കുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 5 പതിറ്റാണ്ട് കാലം ഇന്ത്യ മഹാരാജ്യത്തെ ഏകകക്ഷി ഭരണം നടത്തിയ നെഹ്റുവിന്റെ കാലം മുതൽ രാജീവ് ഗാന്ധിയുടെ കാലം വരെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച 5 പതിറ്റാണ്ടിലധികം ഏകകക്ഷി ഭരണം നടത്തിയ ഇന്റർനാഷണൽ കോൺഗ്രസ് അത് ഈ രാജ്യത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ അടുക്കൽ വന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തോട് പറയുന്നത്, അതേതെങ്കിലും ഒരു മതവിഭാഗത്തോടൊന്നും ഞാൻ പ്രത്യേകം പരാമർശിക്കുന്നില്ല. ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഈ രാജ്യത്തെ 20 കോടി വരുന്ന മതന്യൂനപക്ഷങ്ങൾ മുസ്ലിം ജനവിഭാഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കൽ മാത്രമാണ് പരിഹാരമെന്ന് ഈ രാജ്യത്തിന്റെ ദളിതുകളോട് പറയുന്നു. സംഘപരിവാർ ഭരണത്തിന്റെ മുന്നിൽ ജീവച്ഛവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന, പരസ്യമായി തെരുവിലിട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ദ്രാവിഡ ജനവിഭാഗത്തിന്റെ പിൻഗാമികളായ ദളിത് ജനവിഭാഗത്തോട് പറയുന്നു, നിങ്ങളുടെ സാമൂഹ്യമായ അന്തസ്സിനും സുരക്ഷിതത്വത്തിനും കോൺഗ്രസിനാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഈ രാജ്യത്തിന്റെ പട്ടിണി മരണം പേറിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തോട് പറയുന്നു, പരിഹാരത്തിന് ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കണം, യഥാർത്ഥത്തിൽ ഇവർക്കെല്ലാം വോട്ട് ചെയ്തതല്ലേ ഈ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. 50 വർഷക്കാലം കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്ത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം, ഇന്ത്യയിലെ ദളിത് ജനവിഭാഗം, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനവിഭാഗം, ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ച കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ മൃഗീയമായി ഭൂരിപക്ഷമുണ്ടായിരുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഭരണ സംവിധാനം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഭരണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം മൻമോഹൻ സിംഗിന്റെ കൂട്ടു ഗവൺമെന്റ് വന്നത്, ഒന്നാം ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം ജനവിഭാഗത്തിന്റെ സാമൂഹ്യമായ പ്രശ്നങ്ങളെ കുറിച്ച് അവരുടെ പിന്നാക്കാവസ്ഥയ്ക്ക് പഠനവും പരിഹാരവും നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ ഒരു കമ്മീഷനായി നിശ്ചയിച്ചു. ഞാൻ പറയുന്നത്, രജീന്ദ്ര സച്ചാർ വളരെ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം എഴുതി വെച്ചു, ഇന്ത്യ രാജ്യത്ത് 50 വർഷത്തിലധികം ഇന്റർനാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത, കോൺഗ്രസിന് വേണ്ടി ജീവൻ കൊടുത്ത, കോൺഗ്രസിന് വേണ്ടി സമ്പത്ത് കൊടുത്ത, പാരമ്പര്യവാദത്തിന്റെ പേരിൽ കോൺഗ്രസിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സ്ഥിതിവിശേഷം ദളിതുകളെക്കാൾ പിന്നാക്കമാണ് എന്നവർ രേഖപ്പെടുത്തി. ആരാ രേഖപ്പെടുത്തിയത്? മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നിശ്ചയിച്ച രജീന്ദ്ര സച്ചാർ കമ്മീഷൻ. എന്തിനായി ഒരുപാട് വിശദീകരണം? 5 പതിറ്റാണ്ടിലധികം 50 വർഷത്തിലധികം ഇന്റർനാഷണൽ കോൺഗ്രസ് വോട്ട് ചെയ്ത മുസ്ലിം ജനവിഭാഗത്തിന്റെ സാമൂഹ്യമായ സ്ഥിതിവിശേഷം, സാമ്പത്തികമായ സ്ഥിതിവിശേഷം, വിദ്യാഭ്യാസപരമായ സ്ഥിതിവിശേഷം ദളിതുകളെക്കാൾ പിന്നാക്കമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തുവെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തതിന്റെ ഫീഡ്ബാക്ക് ആണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് നിശ്ചയിക്കപ്പെട്ട കമ്മീഷൻ പറഞ്ഞത്. ഇനിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത കലാപങ്ങൾ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ട്. നമുക്ക് ബോധ്യമുണ്ട്, ഒരു കാലത്ത് രാജ്യത്ത് നടന്ന കലാപം കൊണ്ട് പ്രസംഗവേദികളിലും തൂലികകളിലും പേര് പറഞ്ഞ് വിലപിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗം. ഭഗൽപൂരിന്റെയും ജബൽപൂരിന്റെയും ബിജ്റോറിന്റെയും ജാംഷഡ്പൂരിന്റെയും അഹമ്മദാബാദിന്റെയും അലിഗഡിന്റെയും സൂറത്തിന്റെയും മീററ്റിന്റെയും അഹമ്മദാബാദിന്റെയും ഇന്ന് തലശ്ശേരിയുടെ ഉൾപ്പെടെ പേര് പറഞ്ഞുകൊണ്ട് തെരുവിൽ വിലപിക്കാൻ വിധിക്കപ്പെട്ട ജനവിഭാഗമായിരുന്നു ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗം. ഞാനൊന്ന് ചോദിക്കട്ടെ, കോൺഗ്രസ് ഗവൺമെന്റ് ഭരണം നടത്തിയ കാലഘട്ടത്തിലാണ് ഈ പറയപ്പെട്ട മുഴുവൻ കലാപങ്ങളും നടന്നതെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിം ജനവിഭാഗം ആക്രമിക്കപ്പെട്ടുവെന്നല്ല, എവിടെയെങ്കിലും ചില ദളിത് ജനവിഭാഗങ്ങൾ ഇരകളാക്കപ്പെട്ടുവെന്നല്ല, 10,000-കണക്കിന് മുസ്ലിം ജനവിഭാഗത്തെ നിഷ്ഠൂരമായി കൊന്നൊടുക്കി പലരെയും ജീവനോടെ കുഴിച്ചു മൂടി അതിന്റെ മുകളിൽ പച്ചക്കറി കൃഷി ചെയ്ത ഭഗൽപൂരിന്റെ കലാപം ഉൾപ്പെടെയുള്ള മുഴുവൻ കലാപങ്ങളും അരങ്ങേറിയത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരുമുള്ള രാഷ്ട്രീയ ഭരണ സാഹചര്യത്തിലായിരുന്നുവെന്നത് വർത്തമാനകാല ലോകത്തിന്റെ ഇന്ത്യയുടെ പ്രബുദ്ധരായ പൗരസമൂഹത്തിന്റെ വോട്ടർമാർക്ക് മറക്കാൻ സാധ്യമാകുമോ?
പക്ഷെ എവിടെയും പതിനായിരക്കണക്കിന് മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ കലാപകാരികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പ്രതീകാത്മകമായി ശിക്ഷിക്കാനുള്ള ഒരു നിയമ സാഹചര്യം പോലും ഒരുക്കാൻ ഈ ഗവൺമെന്റുകൾക്ക് സാധ്യമായിട്ടില്ല എന്നെന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു കലാപത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് 92 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായി. 92 ഡിസംബർ 6 93 ജനുവരിയിൽ മഹാരാഷ്ട്രയുടെ മുസ്ലിം ഗല്ലികളിലേക്ക് കടന്നു ചെന്ന ശിവസേനക്കാരെന്ന ഭീകരവാദികൾ, ഹിന്ദുത്വ ഭീകരവാദികൾ മുസ്ലിം ഗല്ലികൾ ചുട്ട് ചാമ്പലാക്കിയിട്ട് ഞങ്ങളാണ് ചെയ്തതെന്ന് പരസ്യമായി പറഞ്ഞിട്ടും ബാൽ ഠാക്കറെ ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ, കലാപകാരികളെ 24 മണിക്കൂറെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പ്രതീകാത്മകമായി ശിക്ഷിക്കാൻ മഹാരാഷ്ട്രയുടെ അന്നത്തെ സംസ്ഥാന കോൺഗ്രസ് ഗവൺമെന്റിന് സാധ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇന്ത്യ രാജ്യത്ത് ഒരു കലാപത്തിന്റെയും പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ പര്യാപ്തമായ നിയമം ചാർത്തി കേസെടുക്കാൻ പോലും ആ നിലയിലെങ്കിലും ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷ മർദ്ദിത ജനവിഭാഗത്തിന്റെ അവകാശ സംരക്ഷണത്തിന്, നീതിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ സാധ്യമാകാത്ത കോൺഗ്രസിന് വോട്ട് ചെയ്താൽ എന്ത് നേട്ടമാണ് രാജ്യത്തിനും സമൂഹത്തിനുമുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ കൃത്യമായി ആലോചിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പരിഹാരമല്ല. അപ്പോഴും ഞാൻ ഒന്ന് ചേർത്ത് പറയാ, ഇത്രയും കലാപങ്ങൾ നടന്നു രാജ്യത്ത്. ഇവിടെ പരാമർശിച്ചതുപോലെ മുഹമ്മദ് അഖ്ലാഖ്മാർ കൊല്ലപ്പെട്ടു. അങ്ങനെ അക്രമകാരികൾ നിഷ്ഠൂരമായി പശുവിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ തൂക്കിക്കൊല്ലുമ്പോൾ, ചുട്ടുകൊല്ലുമ്പോൾ അവിടെ ഇച്ഛാശക്തിയോടെ നിയമ നടപടി സ്വീകരിക്കാൻ ആർജവമുള്ള ഒരു നവനേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരാനും നിയമ നടപടി സ്വീകരിക്കാനും അങ്ങ് ജാർഖണ്ഡിൽ സംഘപരിവാറിന്റെ കൗരവപ്പടയെ കയ്യാമം വെച്ച് കൽത്തുറുങ്കിലടക്കാനും പക്വമായി നിയമബോധത്തോടെ നേതൃത്വം കൊടുത്ത ഇച്ഛാശക്തിയുള്ള ഒരു നവരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉദയം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ദീർഘമാക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ സാമൂഹ്യ സ്ഥിതിവിശേഷം ഞാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് മുമ്പുള്ള കാലങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ പരിശോധിക്കണം. നരേന്ദ്രമോദിയും സംഘപരിവാറും ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിനെതിരാണ്. ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന 91% വരുന്ന 120 കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നുവെങ്കിൽ അതിൽ 100 കോടി ജനങ്ങളും മനുഷ്യരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യായ ശാസ്ത്രത്തിന്റെ വക്താക്കളാണ് നരേന്ദ്രമോദിയും സംഘപരിവാറും. അതുകൊണ്ട് അവിടെ കലാപം നാം പ്രതീക്ഷിക്കുന്നതാണ്. അത്തരം പ്രഖ്യാപിതമായ കലാപങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ ത്രാണിയുള്ള പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് രാജ്യം ധന്യമാകുമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ പറയട്ടെ. ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ച കാലഘട്ടങ്ങളിൽ എന്താണ് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പൗരാവകാശം സംരക്ഷിക്കാൻ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ടുള്ള ഞാൻ പറയുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ടുള്ള കാണുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം ഭയപ്പാടിലാണ്. അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഭയപ്പാടിലാണ്, സംഘപരിവാർ ഭരിക്കുമ്പോൾ ഭയപ്പാടിലാണ്. അങ്ങ് ആസാമിലും ഭിവണ്ടിലും ഉൾപ്പെടെ 10,000 കൊല്ലപ്പെട്ടുവെങ്കിൽ ഈ വർത്തമാനകാല ഇന്ത്യയിലും ഇന്നും ആ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കലാപങ്ങൾ കൊടുക്കമില്ല. കോൺഗ്രസ് ഭരിച്ചാലും സംഘപരിവാർ ഭരിച്ചാലും കലാപങ്ങൾ കൊടുക്കമില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ബീഹാറിന്റെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലിട്ട് ദളിതുകളെ ജീവനോടെ തൊലിയുരിയുമ്പോൾ സംഘപരിവാറിന്റെ ഭരണകാലത്തിൽ ഗുജറാത്ത് ഉൾപ്പെടെ അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? അതാണ് ഇലിയാസ് തുമ്പ നിങ്ങളോട് ചോദിക്കുന്നത്. അതാണ് ഈ രാജ്യത്തിന്റെ ഓരോ സോഷ്യൽ ഡെമോക്രാറ്റുകളും നിങ്ങളോട് ചോദിക്കുന്നത്. ആർത്തിരമ്പി വരുന്ന ഫാഷിസത്തിന്റെ ആ ഒരു അക്രമ രാഷ്ട്രീയത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നതിന് പകരം ആർജവത്തോടെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും, ഈ രാജ്യത്തിന്റെ സർവ്വജനങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്ന ആർജവത്തിന്റെ നവരാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത് എന്ന് ആത്മപരിശോധന നടത്തണം.
ഞാൻ ദീർഘമാക്കുന്നില്ല. കോൺഗ്രസ് പകരമല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇപ്പൊ പലരും ചോദിക്കും, നിങ്ങളിപ്പോ അങ്ങ് ജയിക്കുമോന്ന്. നാം മത്സരിക്കുന്നത് നവരാഷ്ട്രീയത്തിന്റെ, സോഷ്യൽ ഡെമോക്രസിയുടെ, ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ബദലിന്റെ വിജയത്തിന് വേണ്ടി തന്നെയാണ് നാം ഇവിടെ മത്സരിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മത്സരിക്കുന്നത്. ഒറ്റ നിബന്ധനയാണ് നമുക്കുള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോഴും പലരും ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് കോൺഗ്രസ് അല്ലേ എന്നാ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം ഈ 70 വർഷമായി RSS വരുമെന്ന് പറഞ്ഞ് കലാപത്തിന് കാവലെന്ന കോൺഗ്രസ് നമ്മെ പേടിപ്പിച്ചോട്ട് ചോദിച്ചു. ഇപ്പോൾ വീണ്ടും അവര് മോഡി വീണ്ടും വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചോട്ട് ചോദിക്കുക. ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, എന്നെ കേൾക്കുന്നവരുടെ ശ്രദ്ധയോടെ കേൾക്കണം, നമ്മളെല്ലാവരും ഇന്ത്യയുടെ 91% വരുന്ന ഈ രാജ്യത്തിന്റെ പൗരസമൂഹം മറ്റൊരാളുടെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ കിടക്കുക. ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ താമസിക്കുക? സ്വന്തം വീടുമില്ല, ഒന്നുമില്ല, ഐഡന്റിറ്റി പോലും ഇല്ല, റേഷൻ കാർഡ് പോലും സൂക്ഷിക്കാൻ ഇടമില്ല. അവിടെ എങ്ങനെ കഴിയുക? ആ തമ്പ്രാൻ ഇങ്ങനെ അവന്റെ സർവ്വ താല്പര്യങ്ങൾക്കും ഈ 91% ഇങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറെ കാലമായി, 10-70 കൊല്ലമായി, 10-60 കൊല്ലം കഴിഞ്ഞു. അപ്പോഴാണ് ഒരു പൊതുബോധം ഉമ്മറപ്പടിയിൽ കഴിയുന്ന ഈ സാധാരണക്കാർ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ പോയാൽ ഈ ഭാവി എന്താകും? അതുകൊണ്ട് സ്വന്തമായൊരു കൂര കെട്ടി താമസിക്കണമെന്ന് തീരുമാനിച്ചു. അവനവന്റെ അഭിമാനം സംരക്ഷിക്കാൻ, തലമുറയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ, സാമൂഹ്യ അന്തസ്സ് വീണ്ടെടുക്കാൻ, സമ്പാദ്യബോധം വളർത്താൻ, ഈ രാജ്യത്ത് ഈ തമ്പ്രാനെ പോലെ അഭിമാന ബോധത്തോടെ സ്വത്വബോധവും സ്വത്വരാഷ്ട്രീയം കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് എന്ന ഉദാത്തമായ ബോധത്തോടെ ഒരു വീട് കെട്ടി താമസിക്കാൻ ഈ ഉമ്മറപ്പടിയിൽ താമസിച്ച അടിയാൻ എന്ന് വിളിക്കപ്പെടുന്നവൻ തീരുമാനിച്ചു. അപ്പൊ ഒരു വീട് പണിയണമെങ്കിൽ പണത്തിന്റെ കുറവുണ്ട്, സംവിധാനങ്ങളുടെ കുറവുണ്ട്. ആകെയുള്ളത് ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്, പ്രതിബദ്ധതയാണ്, നിർഭയത്വമാണ്. അങ്ങനെ ഒരു വീട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോ ഈ തമ്പ്രാമാര് വന്നിട്ട് പറയാ, നീ എന്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ കഴിഞ്ഞ് എന്റെ ഔദാര്യം പറ്റി ഇങ്ങനെ പോയാ മതി. നീ ഇങ്ങനെ ഒരു കൊച്ചു വീടൊക്കെ പണിത് എത്ര കാലം കൊണ്ട് ഇത് തീരാനാ? അതുകൊണ്ട് നീ അതിനു വേണ്ടി ഇതിന്റെ സമയം കളയണ്ട, അതിനു വേണ്ടി നിന്റെ അധ്വാനം നീ മാറ്റിവെക്കണ്ട. ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വിധേയമായി ഈ ഉമ്മറപ്പടിയിൽ മാത്രം കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന സമാനമായ പ്രയോഗമാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തോടും അതിന്റെ രാഷ്ട്രീയ നിലപാടുകളോടും അതിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോടും സവർണ സാമ്പ്രദായികത പുലർത്തിപ്പോരുന്നത് എന്നെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കണം. നമുക്കെന്നും അവന്റെ ഉമ്മറപ്പടിയിൽ കഴിഞ്ഞാൽ പോരാ. നമുക്ക് ഉമ്മറപ്പടിയിൽ കഴിഞ്ഞപ്പോ എന്താ അർത്ഥം? മക്കളെ പള്ളിക്കൂടത്തിൽ വിടാൻ പറ്റിയിട്ടില്ല. അവന്റെ പൗരുഷം പോലും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. വിധേയനാണ്, തമ്പ്രാന്റെ മുന്നിൽ വിധേയനാണ്. തമ്പ്രാൻ പറഞ്ഞ് പേടിപ്പിക്കും, തമ്പ്രാൻ കണ്ണുരുട്ടും. അതിന്റെ മുന്നിൽ അങ്ങ് അടിമത്ത ബോധത്തോടെ ജീവിക്കണം. അതിന് ജനാധിപത്യത്തിൽ മാറ്റമുണ്ടാകണം, ഇന്ത്യയിൽ മാറ്റമുണ്ടാകണം. അടുത്ത തലമുറ അങ്ങ് ഗുജറാത്തിൽ കൂപ്പുകൈകളോടെ നിന്നുകൊണ്ട് സംഘപരിവാറിന് മുന്നിൽ ജീവന് വേണ്ടി യാചിച്ച കുത്തുബുദ്ദീൻ അൻസാരിയുടെ പിൻഗാമിയാകാൻ പാടില്ല. മറിച്ച് ആർത്തിരമ്പി വരുന്ന ഫാഷിസ്റ്റിന് മുന്നിൽ അരുതട കാട്ടാള എന്ന് പറഞ്ഞ് ഞാൻ ഈ രാജ്യത്തിന്റെ പൗരനാണ് എന്ന അഭിമാന ബോധത്തോടെ ജനാധിപത്യത്തിന്റെ പക്ഷം നിന്ന ധീര തലമുറയാണ് ഇന്ത്യ രാജ്യത്തിനുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ പാരമ്പര്യമായി ഇങ്ങനെ ചെയ്തു പോരുന്നതിൽ നിന്നും ഒന്നും മാറണം. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും SDP മെമ്പർഷിപ്പ് എടുക്കണം എന്ന് നിങ്ങൾ പറയുന്നില്ല. പക്ഷെ ഒന്ന് നിങ്ങളോട് പറയുകയാണ്, ഈ വൈകിയ വേളയിൽ ഈ പ്രസ്ഥാനമുണ്ടല്ലോ, ഇന്ത്യ രാജ്യത്ത് തെക്കേ ഇന്ത്യയിലും തുടക്കം കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിലും കർണാടകയിലും തമിഴ്നാടിലും തുടക്കം കുറിച്ച്, ഇന്ന് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ പരസ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനമുണ്ടല്ലോ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ കഴിഞ്ഞ
കഴിഞ്ഞ മാസം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസി പങ്കെടുത്ത ഗംഭീര പരിപാടിയാണ് നടന്നത്. അവിടെ പത്രസമ്മേളനം നടത്തി പാർട്ടിയുടെ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അങ്ങനെ ദേശീയ തലത്തിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരുന്ന, നരേന്ദ്രമോദിയുടെ പിൻഗാമികൾ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന, കൂപ്പുകൈകളോടെ ജീവന് വേണ്ടി യാചിച്ച കുത്തുബുദ്ദീൻ അൻസാരിയുടെ ഗുജറാത്തിൽ ആർജവത്തോടെ ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി അവകാശ സമര പോരാട്ടങ്ങൾക്ക് നായകത്വം വഹിക്കുന്ന ഒരുപാട് SDP-ക്കാരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. ജാർഖണ്ഡിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു, ഛത്തീസ്ഗഡിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു, മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്നു, UP-യിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലും പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, രാജ്യവ്യാപകമായി സാധാരണക്കാരായ, ഒന്നുകൂടി പറഞ്ഞാൽ ഈ രാജ്യത്തെ തമ്പ്രാന്റെ ആ ഉമ്മറപ്പടിയിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് ധരിച്ചു പോകുന്ന സമൂഹത്തിന്റെ പഠനബോധമുണ്ട്, അവന്റെ ഗവേഷണ പാഠവുമുണ്ട്, അവന്റെ തിരിച്ചറിവുണ്ട്. ഞാൻ ഈ രാജ്യത്തിന്റെ പൗരനാണ് എന്ന അഭിമാന ബോധമുണ്ട്. എനിക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഇന്നതാണ് എന്ന കൃത്യമായ തിരിച്ചറിവുണ്ട്. അതിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന ബോധത്തോടെ അതിനുവേണ്ടി രംഗത്ത് വന്ന് സോഷ്യൽ ഡെമോക്രസി എന്ന വർഗീയത തൊട്ട് തീണ്ടാത്ത, പാർഷ്യാലിറ്റി തൊട്ട് തീണ്ടാത്ത, വിഭാഗികത തൊട്ട് തീണ്ടാത്ത, ഈ രാജ്യത്തിന്റെ സർവ്വജന വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന സാമൂഹ്യ ജനാധിപത്യമെന്ന ആലോകര അധികാര പങ്കാളിത്തത്തിന് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്ന, രാഷ്ട്രവിഭവങ്ങളിൽ ഒരുപോലെ പങ്കാളിത്തം നൽകുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന അത്തരം സമ്പൂർണമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി പറയാൻ ഈ രാജ്യത്തെ മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശമില്ല. അങ്ങനെ വർഗീയതയ്ക്കപ്പുറത്ത് വർഗബോധത്തെ സ്വീകരിക്കുന്ന, രാജ്യത്തിന്റെ സർവ്വജന വിഭാഗങ്ങളെയും അംഗീകരിക്കുന്ന, രക്തബന്ധുക്കളെ പോലെ ഒരുമയോടെ, പൗരബോധത്തോടെ, പൗരസ്നേഹത്തോടെ, പൗരബോധത്തിന്റെ വിപ്ലവധാരയിൽ ഒരുമയോടെ സഞ്ചരിക്കണമെന്ന് പഠിപ്പിക്കുന്ന, അവകാശബോധം കാത്തുസൂക്ഷിച്ച് അധികാരം നമ്മുടേതാണ്, അത് നമുക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടെ പൊതുപ്രവർത്തനം നടത്തണമെന്ന് പഠിപ്പിക്കുന്ന ഈ പ്രസ്ഥാനം അങ്ങ് ഗുജറാത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ പരവതാനി വിരിച്ചുകൊണ്ട് ആരും സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, അക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, കരിനിയമങ്ങൾ ചാർത്തി പീഡിപ്പിക്കുന്നതിന് സന്തോഷത്തോടെ നെഞ്ചിലേറ്റിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, നിരപരാധികൾക്ക് വേണ്ടി, നിശ്ചയ സമൂഹത്തിന് വേണ്ടി, കൽത്തുറുങ്കിലടക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ, വോട്ട് കൊണ്ടൊപ്പം നിൽക്കാൻ, മാനസിക പിന്തുണയോടൊപ്പം നിൽക്കാൻ, ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഫാഷിസത്തെ പ്രതിരോധിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ മത്സരിക്കുന്നത്. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ്. അതല്ലാതെ ഫാഷിസത്തിനെതിരെ കൃത്യമായി നിലപാട് പറഞ്ഞ്, RSSനുള്ള നിലപാട് പറഞ്ഞ് ഒരു പ്രസ്ഥാനവും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നില്ല, ശരിയായ ബദൽ അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആലോചിക്കണം, ഗുജറാത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, രാജ്യവ്യാപകമായി നമുക്ക് വേണ്ടി ഒരു കൊട്ടാരം കെട്ടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമുണ്ട്, നമുക്ക് വേണ്ടി ജീവിതവും മാറ്റിവെച്ച ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്, നമുക്ക് വേണ്ടി കുടുംബങ്ങളെ ഉപേക്ഷിച്ച് പരദേശികളായി രാജ്യവ്യാപകമായി കഠിനാധ്വാനം നടത്തുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതോടൊപ്പം ഈ രാജ്യത്തിന്റെ മർദ്ദിത ഭൂരിപക്ഷത്തിന്റെ വിമോചനത്തിന് വേണ്ടി കൃത്യമായി രാഷ്ട്രീയ നിലപാട് നെഞ്ചിലേറ്റി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇവിടെയുണ്ട്. ആ പ്രസ്ഥാനം അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന ബോധ്യത്തോടെ ഈ മണ്ഡലത്തിൽ അതിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന ഇലിയാസ് മുഹമ്മദ് തുമ്പൈ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, തന്റെ ജീവിതം ഒരു സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് തീരുമാനിച്ച പതിനായിരങ്ങളുടെ പിന്തുണയോടെ രാജ്യത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ആ സഹോദരനെയും, ആ സഹോദരനെ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മറക്കാൻ നമുക്ക് സാധ്യമാകുമോ? അതിനോട് മുഖം തിരിഞ്ഞു നിന്നാൽ, മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ, സ്വാർത്ഥമായ താല്പര്യത്തിന്റെ പേരിൽ രാഷ്ട്ര താല്പര്യത്തെ കാണാതിരുന്നാൽ, സാമൂഹ്യ താല്പര്യങ്ങളെ കാണാതിരുന്നാൽ, അക്രമത്തിന്റെ ഇരകളെ കാണാതിരുന്നാൽ, ഞാൻ പറയുന്നു, രാജ്യത്തിന്റെ ഓരോ കുഗ്രാമങ്ങളിലും നിസ്വാർത്ഥമായ ജാർഖണ്ഡ് മോഡൽ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവന്ന് വരാൻ പോകുന്ന ഇന്ത്യയിൽ പൗരഭൂരിപക്ഷത്തിന് സുരക്ഷാ കവചമൊരുക്കുന്ന
എന്നതിന് സർവ്വതും സമർപ്പിക്കാൻ തീരുമാനിച്ച രാഷ്ട്രസ്നേഹികളായ രാഷ്ട്രപക്ഷപാതികളായ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരായ മാനവികതയുടെ പ്രബോധകരും പ്രചാരകരുമായ ഈ മനുഷ്യബോധത്തിന്റെ ഈ നിഷ്ഠുര സേവന സംഘത്തെ മറക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ മാനുഷികത നെഞ്ചിലേറ്റുന്ന രാജ്യത്തിന്റെ സമകാലികത തിരിച്ചറിയുന്ന ആർക്കെങ്കിലും സാധ്യമാകുമോ? അതുകൊണ്ട് നിങ്ങൾ വരും കുറഞ്ഞ മണിക്കൂറുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. വരും സമയത്ത് ഈ സത്യം പൊതുസമൂഹത്തോട് നിങ്ങൾ പറയണം. ചുണ്ടുകൾ കാതുകൾക്ക് കൈമാറണം. മുഖ്യധാരാ മാധ്യമങ്ങളുടെ അടിപ്രസരമില്ല, ഇതിന്റെ സന്ദേശം ജനങ്ങളെ അറിയിക്കുന്നില്ല. മറിച്ച് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ ഈ സത്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രചാരണത്തിന് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കാടുകൾ അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നവരായി മാറണം. അങ്ങനെ ഇന്നു മുതൽ വിശ്രമമില്ലാത്ത മണിക്കൂറുകളാക്കി മാറ്റിക്കൊണ്ട് ഈ സത്യത്തിന്റെ ധർമ്മ രാഷ്ട്രീയത്തിന്റെ ഈ വിപ്ലവ രാഷ്ട്രീയത്തിന്റെ ഈ വിമോചന രാഷ്ട്രീയത്തിന്റെ ഈ മാനവികത രാഷ്ട്രീയത്തിന്റെ രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷത്തിന് വേണ്ടി രക്ഷാകവചമൊരുക്കുന്ന നിർഭയ ഇന്ത്യക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദാരിദ്ര്യമില്ലാത്ത പട്ടിണിയില്ലാത്ത ഭാവിക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന ഈ നിഷ്കളങ്ക രാഷ്ട്രീയത്തെ എന്റെ പ്രിയപ്പെട്ടവരെ പിന്തുണക്കാതിരിക്കരുത്. അതിന്റെ പ്രചാരകരായി മാറാതിരിക്കരുത്. ദൈവം അനുഗ്രഹിച്ച മനസ്സാക്ഷി ഉണ്ടല്ലോ, ആരും കാണാത്ത സൃഷ്ടാവ് നിരീക്ഷിക്കുന്ന മനസ്സാക്ഷിയുണ്ട്. ആ മനസ്സാക്ഷിയുടെ അംഗീകാരം ഈ നിഷ്കളങ്ക രാഷ്ട്രീയത്തിനും നിർഭയ രാഷ്ട്രീയത്തിനും സഹായകരമായി പിന്തുണയായി നാളെ ഫാഷിസ്റ്റ് പോരാട്ടത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്ത് പങ്കാളിത്തം വഹിച്ചുവെന്ന ധാർമ്മികമായ ചോദ്യം വരുമ്പോൾ എനിക്ക് സാധ്യമാകുന്ന നിലയിൽ ഒരോട്ടെടുത്തുകൊണ്ട് എന്റെ പിന്തുണ ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യമാകുന്ന തലത്തിലേക്ക് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വഴിമാറണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ചുണ്ടുകൾ ഈ ആശയത്തിന്റെ പ്രചാരകരായി മാറണം. ഇലിയാസ് മുഹമ്മദ് തുമ്പൈ ഈ മണ്ഡലത്തിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ നേതാവായി മാറണം. ഇന്ത്യൻ പാർലമെന്റ് കാത്തിരിക്കുന്ന ഒരു ഭാവി വാഗ്ദാനമായി അദ്ദേഹത്തെ പരിഗണിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ നിഷ്കളങ്ക പ്രവർത്തനം ഒന്ന് മാറ്റിവെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് ഭാഗ്യമുണ്ടാകട്ടെ, അതിന് അവസരമുണ്ടാകട്ടെ. മറ്റ് താല്പര്യങ്ങളില്ലാതെ നാം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആ അത്തരം നിലപാടുകൾക്ക് അത് സഹായകരമായി മാറട്ടെ എന്ന് ആകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടി മനസ്സാക്ഷിയോടൊപ്പം നിൽക്കണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ എന്റെ സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മാനവികത രാഷ്ട്രീയത്തോടൊപ്പം നമുക്ക് ഒരുമയോടെ സഞ്ചരിക്കാൻ മാനുഷികത നിറഞ്ഞ രാഷ്ട്രഭാവിക്ക് വേണ്ടി ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.